എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 30, 31, 32 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവും പിന്നെ വരുന്ന ശ്ലോകങ്ങളിൽ 2 ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രൻ ശ്രീകൃഷ്ണനോട് പറയണ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇന്ദ്രൻ, അതായത് ആയുധങ്ങളെ കൊണ്ടൊക്കെ തോൽപ്പിക്കപ്പെട്ട ഇന്ദ്രൻ പിന്നെ ചീത്ത വാക്കുകളെ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് പറയണത് വളരെ സമാധാനപരമായിട്ടുള്ള ഉക്തികളാണ്. അതായത് തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി പറയണതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വ്യാഖ്യാതാക്കൾ ചിലർ ഈ പറഞ്ഞതാണ് ചാടൂക്തികൾ കൊണ്ടുള്ളതായ വാക്കുകളെന്ന് പറഞ്ഞു. പക്ഷേ ചാടൂക്തിഭിർ വിജേതും എന്ന് ആദ്യത്തെ, അതായത് ഇന്നലെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുകൊണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത്. ഇനി വരുന്ന ശ്ലോകങ്ങൾ ഭഗവത് സ്തുതിപരങ്ങളാണ്, വെറും ചാടൂക്തികളുമല്ല. അപ്പോൾ അതൊന്നും വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ല വാക്കുകളെ കൊണ്ട് ഭഗവാനെ അനുനയിപ്പിക്കാൻ നോക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റണത്. നമുക്ക് ആദ്യം 30ാമത്തെ ശ്ലോകം നോക്കാം. മദാഭിധാനം പ്രതിപദ്യ നിദ്രാം വിമർശശൂന്യ സകലേപി കൃത്യേ പ്രബോധിത സമ്പ്രതി സാധുസോഹം തവാമുനാ കൃഷ്ണപരാക്രമേണ. നമുക്കാദ്യം പദച്ഛേദം പറയാം. മദാഭിധാനം പ്രതിപദ്യ നിദ്രാം വിമർശശൂന്യ സകലേ അപി കൃത്യേ പ്രബോധിത സമ്പ്രതി സാധു സ അഹം തവ അമുനാ കൃഷ്ണ പരാക്രമേണ. ശ്രീകൃഷ്ണനോട് താൻ ചെയ്തത്, താൻ മാത്രമല്ല തൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റ് ദേവന്മാരെല്ലാവരും ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ആരോടാണ് എന്ന ഓർമ്മയില്ലാതെ പ്രവർത്തിച്ചതാണ് എന്നാണ് ഇന്ദ്രൻ പറയണത്. ഹേ കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ പരമാത്മാവേ, സമ്പ്രതി ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. എന്താണത്? മദാഭിധാനാം നിദ്രാം പ്രതിപദ്യ. എനിക്ക് മനസ്സിലായി, ഞാൻ വലിയൊരു മതമെന്നു പേരുള്ള ഗാഠനിദ്രയിലായിരുന്നു. മതമെന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഞാൻ ആരോ ആണെന്നുള്ള ഒരു ഭാവം, അതിനെ അഹങ്കാരമാണ്. അത് അഹങ്കാരമാണ്. അതോടൊപ്പം തന്നെ അതിനെ ഒരു നിദ്രയായിട്ട്, ഗാഠ സുഷുപ്തിയായിട്ട് വർണ്ണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് യാതൊരു തിരിച്ചറിവും ഉണ്ടാവില്ല. അതായത് ഉണർച്ച ഉണ്ടാവില്ല, ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ഈ കളങ്കം വന്ന് പറ്റിപ്പിടിച്ചത് കൊണ്ട് ഞാൻ ആരോ ആണ്. ഇന്ദ്രപദവിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ദേവേന്ദ്രന്. അതുകൊണ്ട് താൻ പറഞ്ഞിടത്ത് എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള ആ മഹാമൂഢബുദ്ധി പ്രവർത്തിച്ചത് കാരണം ഞാൻ ഒരു അന്ധകാരത്തിൽ മൂടി അതിൻ്റെ ഉള്ളിൽ പെട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത്, ഉണർന്നത് എന്നാണ് ദേവേന്ദ്രൻ ശ്രീകൃഷ്ണനോട് പറയണത്. അതാണ് സമ്പ്രതി മദാഭിധാനാം നിദ്രാം പ്രതിപദ്യ. അങ്ങനെ ആ സമയത്ത് ഞാൻ മതം എന്നു പേരുള്ള ഉറക്കത്തിൽ പെട്ടുപോയിട്ട് സകലേപി കൃത്യേ, ഞാൻ ചെയ്തതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും, ഇതുവരെ ഞാൻ തുടർന്നു വന്നതായ എൻ്റെ പ്രവൃത്തികളിലൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു? വിമർശശൂന്യ സോഹം, ഞാനതിനെ വിമർശബുദ്ധിയ കാണുന്നുണ്ടായിട്ടില്ല. സാധാരണ ആചാര്യന്മാരൊക്കെ നമ്മളോട് പറയും, ഒരു ദിവസത്തെ പ്രവൃത്തികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തത് എന്തായിരുന്നു, താൻ എന്തൊക്കെ നല്ലത് ചെയ്തു, എന്തൊക്കെ ചീത്ത ചെയ്തു, എന്തെല്ലാം പാടില്ലാത്തത് ചെയ്തു, ചെയ്യാൻ പാടില്ല എന്ന് പറയണത് എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് വൈകുന്നേരം കിടക്കണതിന് മുമ്പേ ഒന്ന് ഓർക്കണത് നന്നായിരിക്കും. അങ്ങനെ ഓർത്താൽ ഇന്നത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തുവെങ്കിൽ അടുത്ത ദിവസം മുതൽ അങ്ങനെ ചെയ്യരുത് എന്ന് ദൃഢനിശ്ചയം എടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവരവരുടെ കർമ്മങ്ങളെ ഒന്ന് പര്യാലോചിക്കണം. പൂർണ്ണമായിട്ടൊന്ന് ആലോചിച്ച് നല്ലത് ചെയ്താൽ അതിൽ സന്തോഷിക്കുകയും ചീത്ത പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിക്കുകയും ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യണം എന്ന് പറയണത്. ഇവിടെ ഇന്ദ്രൻ പറയാണ്, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ഞാൻ വിമർശശൂന്യനായിട്ടുള്ള ഒരു ആളായിട്ടാണ് ഇതുവരെയും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ ചെയ്ത പ്രവൃത്തികളൊക്കെ ശരിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണ് പറയണത്, വിമർശശൂന്യ സോഹം. അങ്ങനെയുള്ള ഞാൻ തവ അമുനാപരാക്രമേണ പ്രബോധിത.
അതുകൊണ്ട് ഞാനൊരു ഉറക്കത്തിലായിരുന്നു, ഞാനൊരു മൂഢസ്വർഗത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങും ഞാനുമായിട്ടുണ്ടായ ഈ ഒരു പരാക്രമം കൊണ്ട്, അങ്ങയുടെ പരാക്രമം അല്ലെങ്കിൽ ഈ ഒരു വലിയ യുദ്ധം, ആ യുദ്ധം കൊണ്ട് എനിക്ക് ഉണർച്ചയുണ്ടായി, ഞാൻ ഉണർന്നു എന്നാണ് ഇവിടെ ഇന്ദ്രൻ സ്വയം സമ്മതിക്കുന്നത്. അതാണ് സോഹം തവ അമുനാ പരാക്രമേണ, അങ്ങ് എന്നോട് ചെയ്ത ആക്രമണങ്ങളെ കൊണ്ട് എനിക്ക് ഉണർച്ചയുണ്ടായി, തിരിച്ചറിവുണ്ടായി എന്ന് പറയുകയാണ്. അതാണ് പ്രബോധിത. ഞാനൊന്ന് ഉണർന്നു. ആരോടൊക്കെ ഞാൻ എതിരിടാം, ആരൊക്കെ ചെയ്യുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കാം, ആരോട് നല്ലത് പറയണം, ആരോടൊക്കെ വേണ്ടതുപോലെ പെരുമാറണം, അല്ലെങ്കിൽ ആരോട് എതിർക്കണം, ആരെ അനുമോദിക്കണം എന്നുള്ള തിരിച്ചറിവുകൾ എനിക്കിപ്പോഴാണ് ഉണ്ടായത് എന്ന് ഇന്ദ്രൻ സമ്മതിക്കുകയാണ്. നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. സ്പൃഹാന ശസ്ത്രഗ്രഹണേ തവാസീന്നഭൂത് ക്രുധാ കോപി മുഖേ വികാര ത്വദ്വാഹനധ്വസ്തപരാക്രമാണാം ദശേയമസ്മാകമശേഷഹാസ്യം. ആദ്യം പദച്ഛേദം പറയാം. സ്പൃഹ ന ശസ്ത്രഗ്രഹണേ തവ ആസീത് ന അഭൂത് ക്രുധാ കഃ അപി മുഖേ വികാര ത്വദ്വാഹനധ്വസ്തപരാക്രമാണാം ദശ ഇയം അസ്മാകം അശേഷഹാസ്യം. ഇവിടെ ശ്രീകൃഷ്ണനോട് ഇന്ദ്രൻ പറയാണ്, അങ്ങ് ഒരു തവണ പോലും ഞങ്ങളെ ആക്രമിച്ചില്ലല്ലോ, പിന്നെ ആരാണ് ആക്രമിച്ചത്? ആക്രമിച്ചത് മുഴുവനും ഗരുഡനല്ലേ. അതാണ് പറയണത്. തവ, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് ശസ്ത്രഗ്രഹണേ സ്പൃഹ നാസീത്, ശസ്ത്രഗ്രഹണത്തിൽ അങ്ങയുടെ കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ടല്ലോ, ആ ആയുധങ്ങളിൽ ഒന്നുപോലും എടുക്കണമെന്ന്, ശസ്ത്രഗ്രഹണേ സ്പൃഹ, അങ്ങനെയുള്ളൊരാഗ്രഹം ന ആസീത്, ഉണ്ടായിരുന്നേയില്ല. ഞങ്ങൾ ഇത്ര പേരെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴും ഒരായുധം പോലും എടുക്കണമെന്ന് അങ്ങയ്ക്ക് തോന്നിയില്ല. അങ്ങ് അതിനായിട്ട് മുതിർന്നില്ല, യുദ്ധം ചെയ്യാൻ ആരംഭിച്ചതുപോലുമില്ല. മാത്രമല്ല ക്രുധ മുഖേ കോപി വികാര നാഭൂത്, മാത്രവുമല്ല ദേഷ്യം വന്നിട്ട്, ദേഷ്യം കാരണമായിട്ട്, ക്രുധ തൃതീയ ഏകവചനമാണ്, ദേഷ്യം കാരണം മുഖത്ത് ഒരു തരത്തിലുള്ള വികാരങ്ങളും ഒരു തരത്തിലുള്ള ഭാവമാറ്റങ്ങളും മുഖത്തുണ്ടായില്ല. അതായത് അങ്ങക്ക് ദേഷ്യവും ഉണ്ടായില്ല, അങ്ങ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടുമില്ല, ആക്രമിച്ചതുമില്ല, ഒരു ആയുധം പോലും എടുത്തില്ല. അതാണ് മുഖേ കോപി വികാര ന അഭൂത്. മാത്രമല്ല എന്താ പിന്നെ ഞങ്ങൾക്ക് സംഭവിച്ചത്? ത്വദ്വാഹനധ്വസ്ത പരാക്രമാണാം അസ്മാകം. ത്വദ്വാഹനം, അങ്ങയുടെ വാഹനമായിട്ടുള്ള ഗരുഡൻ, ആ ഗരുഡൻ്റെ അതിതീവ്രമായിട്ടുള്ള പരാക്രമങ്ങളെ കൊണ്ട് തോറ്റുപോയവരായ ഞങ്ങളുടെ, ത്വദ്വാഹന ധ്വസ്തം, ധ്വസ്തം എന്ന് പറഞ്ഞാൽ പരാക്രമം കൊണ്ട്, ആക്രമണങ്ങളെ കൊണ്ട് തോൽപ്പിച്ചവരായ, പൊടിഞ്ഞു പോയി, ആക്രമണം, ആ ഗരുഡൻ്റെ ആക്രമണം കൊണ്ട് ഞങ്ങൾ തോറ്റു തുന്നം പാടി, അതാണ് അർത്ഥം. ധ്വസ്ത പരാക്രമാണാം അസ്മാകം, അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരാക്രമങ്ങളും തോറ്റുപോയി, അങ്ങനെയുള്ള ഞങ്ങളുടെ, അസ്മാകം അശേഷഹാസ്യം ഇയം ദശ, ഞങ്ങളുടെ ഈ ദശ, ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, അശേഷഹാസ്യം, എല്ലാവർക്കും അത് കണ്ടാൽ ചിരി വരും, മഹാ മോശമായി തീർന്നു, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ആക്രമണമായിരുന്നു ഞങ്ങൾ എടുത്തത്. അവസാനം ഗരുഡൻ്റെ ആക്രമണങ്ങളെ കൊണ്ട് മുറിവേറ്റവർ, അതുപോലെ തന്നെ കിടപ്പിലായവർ, ഓടിപ്പോയവർ, തോറ്റവർ, അങ്ങനെ പല പല ദേവന്മാരെയും കാണുമ്പോൾ ആ കാണുന്നവർക്ക് തമാശ തോന്നും, എന്തിനാ അതിനൊക്കെ പുറപ്പെട്ടത് എന്ന്. അശേഷഹാസ്യമായിട്ടുള്ള, പുച്ഛിക്കാൻ തക്കവണ്ണമുള്ളതായൊരവസ്ഥയെ, ആ അവസ്ഥയിലായി തീർന്നു ഞങ്ങളൊക്കെ. ഇപ്പോഴാണ് എനിക്കിതൊക്കെ വേണ്ടിയിരുന്നില്ല, തെറ്റായിരുന്നു എന്ന് തോന്നിയത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 32-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. മമ അപരാധം ഹൃദിമൈവകാർഷീ ക്ഷമാ വിഭൂഷാ ഹി ബലോത്തരാണാം ദോഷസ്ത്വയാസ്മാസു വിമൃശ്യതേ ചേന്മന്യേ വിഹന്യേത ഗുണീതിവാദ. ആദ്യം പദച്ഛേദം പറയാം. മമ അപരാധം ഹൃദി മാ ഏവ കാർഷീഹി ക്ഷമാ വിഭൂഷ ഹി ബലോത്തരാണാം ദോഷ ത്വയാ അസ്മാസു വിമൃശ്യത്തെ ചേത് മന്യേ വിഹന്യേത ഗുണീ ഇതി വാദ. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദി മമ അപരാധം മാ ഏവ കാർഷീഹി, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനസ്സിൽ ഞാൻ ചെയ്ത ഈ വലിയൊരു തെറ്റ് അത് കുറിച്ചിടരുതേ. അതാണ് മാ കാർഷീഹി. ഇന്ദ്രൻ എന്നോട് ഇങ്ങനെ വലിയൊരു യുദ്ധരൂപത്തിലുള്ളൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലെവിടെയും കുറിച്ചിടരുത്. അതാണ് ഇന്ദ്രൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഹൃദി, ഹൃദയേ, അങ്ങയുടെ ഹൃദയത്തിൽ
ഞാൻ ചെയ്തു പോയ ഒരു തെറ്റ്, മമ അപരാധം മാ ഏവ കാർഷീഹി, അത് എഴുതി വെക്കരുത്, അത് കണക്കിലെടുക്കരുത്. ഞാൻ അപരാധം ചെയ്തു എന്നുള്ള ആ തെറ്റ് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. ആ തെറ്റിന് ഞാൻ പശ്ചാത്താപ വിവശനായിട്ട് ഭഗവാന്റെ മുമ്പിൽ മാപ്പിരക്കുകയാണ്. അതാണ് പറയണത്. മമ അപരാധം മാ ഏവ കാർഷീഹി. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കരുതെന്ന് പറയണത്? ഹി, എന്തുകൊണ്ടെന്നാൽ ബലോത്തരാണാം ക്ഷമ വിഭൂഷ, ബലം നല്ലവണ്ണമുള്ളവർക്ക്, ബലം വർദ്ധിച്ചിരിക്കുന്നവർക്ക്, ബലോത്തരന്മാർ, അവർക്ക് ക്ഷമ ഒരു അലങ്കാരമാണല്ലോ. അതായത് ഭഗവാൻ ഇത് ഓർത്തുകൊണ്ട് ഭൂമിയിലേക്ക് പോവേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് ചിന്തിച്ചു വച്ചിട്ട് പകരം വീട്ടാനായിട്ട് ശ്രമിച്ചാൽ അത് വലിയൊരു നാശത്തിലേക്കാവും വഴിവെക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാണ്. നല്ല ബലമുള്ളവർക്ക് അവർക്ക് ക്ഷമ ഒരു അലങ്കാരമാണ്. അതായത് അവർക്ക് ക്ഷമിക്കാൻ പറ്റും. ഞാൻ ബലമുള്ളവനാണെന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷമിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ചില വരികളുണ്ട്. ക്ഷമാബലമശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ. രണ്ടു കൂട്ടർക്കും ക്ഷമ അലങ്കാരം തന്നെയാണ്. ശക്തിയില്ലാത്തവർ ക്ഷമിക്കുക തന്നെയാ ഭേദം. അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്രമണത്തിൻ്റെ ശക്തി കൂടും. അപ്പോൾ ക്ഷമിച്ചിരുന്നാൽ കുറേ ആശ്വാസം കിട്ടും. ഇനി ശക്തന്മാരായിട്ടുള്ളവർക്ക് ക്ഷമിച്ചാൽ അതവരുടെ ബലത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വരും, അലങ്കാരമായിട്ട് വരും. എത്രയൊക്കെ ബലമുണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചാക്രമിച്ചില്ല, നല്ല ക്ഷമാവാനാണ് എന്ന് ആ രാജാവിനെ പറ്റി കീർത്തി കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ ഏതാൾക്കാർക്കും ഏറ്റവും നല്ലൊരു ഗുണമാണ് ക്ഷമ. ക്ഷമാസത്യം അസ്തേയം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ് എന്ന് എപ്പോഴും പറയും. മറ്റൊരാളുടെ മുതൽ കക്കാതിരിക്കുക, സത്യം പറയുക, ധർമ്മത്തിൽ ചരിക്കുക, ധർമ്മത്തിൽ കൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ ഒന്നാണ് എല്ലാവരോടും ക്ഷമിക്കാൻ. എപ്പോഴും ക്ഷമിക്കണം എന്നല്ല, പക്ഷെ ആദ്യമേ തന്നെ എടുത്തു ചാടാതെ സാഹസങ്ങളൊന്നും കാണിക്കാതെ ക്ഷമിക്കാനുള്ള ശക്തിയും നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കും വേണം. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എന്നോടും എൻ്റെ കൂട്ടുകാരോടും ദേവന്മാരോടും ക്ഷമിക്കണേ. ചെയ്തത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആരോടാ എതിർത്തത് എന്ന് ഓർക്കാതെ ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്നർത്ഥം. എന്നിട്ട് പറയാണ്, ത്വയാ അസ്മാസു ദോഷ വിമൃശ്യതേ ചെയ്ത്, ത്വയാ അങ്ങയാൽ അസ്മാസു ദോഷ, അങ്ങ് ഞങ്ങളൊക്കെ ദോഷം ചെയ്തു എന്ന് വിചാരിക്കുക, അത് മനസ്സിലെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ മന്യേ, എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, ഗുണീതിവാദ വിഹന്യേത. ഗുണി എന്നുള്ള അങ്ങയുടെ പേര്, ഗുണവാന്മാർക്ക് ഇതൊക്കെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. സത്യസന്ധന്മാർക്ക് അതുപോലെ തന്നെ കൃതജ്ഞന്മാർക്ക് അവർക്കൊക്കെ ഉള്ളൊരു പേരാണ് ഗുണി, ഗുണഗണങ്ങളുള്ളവൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് മറക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ബലശാലിയാണ്, ഗുണിയാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ ചെയ്ത അപരാധങ്ങൾ പൊറുക്കണേ, മറക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ല ഇത് ഓർത്തു വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും തരം കിട്ടിയാൽ പെരുമാറും തിരിച്ച് എന്നാലോചിക്കുന്നതായാൽ അവിടെ ഗുണി എന്ന വാക്ക് അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഭഗവാൻ ഗുണിയാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം ത്യജിക്കാനും എല്ലാം ക്ഷമിക്കാനുമുള്ള ഒരു കഴിവുള്ളവൻ എന്നുള്ളതാണ്. അത് മാറിപ്പോകാതെ ഭഗവാനെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണേ എന്നാണ് പറയണത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മദാഭിധാനം പ്രതിപദ്യ നിദ്രാം വിമർശശൂന്യ സകലേ വികൃത്യേ പ്രബോധിത സംപ്രതി സാധുസോഹം തവാമുനാ കൃഷ്ണപരാക്രമേണ സ്പൃഹാനശസ്ത്രഗ്രഹണേ തവാസീന്നഭൂത് ക്രുധാ കോപി മുഖേ വികാര ത്വദ്വാഹനധ്വസ്തപരാക്രമാണാം ദശേയമസ്മാകമശേഷഹാസ്യം മമാപരാധം ഹൃദിമൈവ കാർഷീ ക്ഷമാവിഭൂഷാ ഹി ബലോത്തരാണാം ദോഷസ്ത്വയാസ്മാസു വിമൃശ്യതേ ചേന്മന്യേ വിഹന്യേത ഗുണീതിവാദ വിഹന്യേത. ഗുണി എന്ന അങ്ങയുടെ പേര് തടയപ്പെടും. അങ്ങയ്ക്ക് ആ പേര് ഇല്ലാതെയാവും. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ദ്രൻ ചെയ്യണത്. ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.